ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്ന് നിങ്ങൾക്കറിയോ? സോളമനായിരുന്നു. സോളമൻ്റെ പ്രത്യേകത എന്താ? സോളമൻ്റെ ജ്ഞാനം കാണാൻ വേണ്ടി ലോകത്തുള്ള ആൾക്കാർ വരുമായിരുന്നു സോളമൻ്റെ കൊട്ടാരത്തിൽ. സോളമൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കാണാൻ അതിസ്വാഭാവിക ജ്ഞാനമുണ്ടായിരുന്നു. അതിലൊരു ഫേമസ് കഥ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? 2 വിധവകൾ, അവർ 2 കുഞ്ഞുങ്ങളുണ്ടായി. ഒരു തള്ള ഒരു കുഞ്ഞിനെ മേൽ കിടന്നിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയി. അവരുടെ കുഞ്ഞ് മരിച്ചുപോയി. രാവിലെ ആയപ്പോൾ ഇത് അറിഞ്ഞിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു? മരിച്ച കുഞ്ഞിനെ മറ്റേ സ്ത്രീൻ്റെ അപ്പുറത്ത് കൊടുത്തു. ആ കുഞ്ഞിൻ്റെ ഇവളുടെ അടുത്ത് കിടത്തി. ഈ അമ്മ രാവിലെ എഴുന്നേറ്റപ്പോൾ തൻ്റെ കൊച്ച് മരിച്ചു കിടക്കുന്ന കാണണം. അപ്പോൾ നോക്കിയപ്പോൾ ഇതെൻ്റെ കൊച്ചല്ലല്ലോ, ചെറിയ കുഞ്ഞാ. അവൾ കരഞ്ഞു, ഇതാണ് എൻ്റെ കൊച്ച്. അവൾ പറയേ ഇതെൻ്റെ കൊച്ച്, ഇത് നിൻ്റെ കൊച്ച, നീ എൻ്റെ മേളിൽ കിടക്കണമെന്ന് ചത്തുപോയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നമായ ഒച്ചപ്പാടായി. കൊട്ടാരത്തിലെത്തി, രാജാവിൻ്റെ അടുത്തെത്തി. സോളമൻ്റെ മുമ്പിൽ 2 പേരും പറയാണ് ഇതെൻ്റെ കൊച്ചാണ്. അവർ അയ്യോ ഞാനാണ് ഇതിനെ പ്രസവിച്ചത്. 2 പേരും ഒച്ചപ്പാട്. സോളമൻ ഇങ്ങനെ ആലോചിച്ചിട്ട് 2 പേരും ആ ഒരു കാര്യം ചെയ്യേ, 2 പേരും സമ്മതിക്കുന്നില്ല അല്ലേ? ഒരു കാര്യം ചെയ്യേ, ഒരു വാളും കൊണ്ടുവന്നേ, 2നെ പീസാക്കി അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു ഓക്കെ. അപ്പോൾ സോളമൻ ചോദിച്ചു എങ്ങനെയുണ്ട്, പോരെ? വെരി ഗുഡ്, നല്ല ഐഡിയ. അപ്പോൾ മറ്റേ സ്ത്രീ പറയാ വേണ്ട, കൊടുത്തോ, അതിനെ കൊടുത്തോ, എനിക്ക് വേണ്ട. സോളമന് കാര്യം വേണ്ടി ഏതാ ഒറിജിനൽ? ദിസ് ഇസ് കോൾഡ് വിസ്ഡം. ക്രിസ്ത്യാനിയുടെ മക്കളെ, നിനക്ക് വേണ്ടത് വിദ്യാഭ്യാസമല്ല, നിനക്ക് വേണ്ട എക്സ്പീരിയൻസ് അല്ല, നിനക്ക് കഴിവല്ല വേണ്ടത്, നിനക്ക് ക്വാളിഫിക്കേഷൻ അല്ല വേണ്ടത്, നിനക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ് വേണ്ടത്. അതെവിടുന്ന് കിട്ടും? ദിസ് ഈസ് ദ ബുക്ക് ഓഫ് വിസ്ഡം. ബാറൂക്കിന്റെ പുസ്തകം. ജ്ഞാനം എന്താണ്? കർത്താവിന്റെ നിയമത്തിന്റെ പൂർത്തീകരണമാണ് ജ്ഞാനം. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് ജ്ഞാനം ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പോഴും പഠിക്കടാ, ചാടടാ, ഓടടാ, ആ കോഴ്സ് പഠിക്കടാ, ഈ കോഴ്സ് പഠിക്കടാ. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു ലെവലെത്താൻ പറ്റുന്ന ഒരെണ്ണത്തിനെ കാണിച്ചു തരാവോ? ഒന്നുമില്ല. അനേക നാളുകൾക്ക് ശേഷം 2 ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടു ടോപ്പ് പൊസിഷനിലിരിക്കുന്നത്. ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു വണ്ടി എടുത്തു, മഹീന്ദ്ര സ്കോർപിയോ. നമ്മൾ ഈ ഓൾ ഇന്ത്യ മുഴുവൻ കറങ്ങുന്നതിലാണ്. ഒരു ദിവസം ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലെത്തി, മണിപ്പൂരിലോ മിസോറാമിലെത്തിയപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റർ അടിച്ചുപോയി, വണ്ടി പോകുന്നില്ല. ഉടനെ ഞങ്ങൾ ഗോവയിലൊരു അച്ഛനെ പരിചയമുണ്ട്. ഞങ്ങൾ ആ ഗോവ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ ആശ്രമത്തിൽ അച്ഛൻ പറഞ്ഞ് എൻ്റെ 2 കസിൻസ് മഹീന്ദ്രയിലുണ്ട്, അവരെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ട്, എൻ്റെ കസിൻസ് മഹീന്ദ്ര വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ അച്ഛൻ വിളിച്ചിട്ട് ആരാന്നറിയോ? ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന മഹീന്ദ്ര ഉണ്ടല്ലോ, അതിൻ്റെ ഡിസൈൻ ഒരു സ്ത്രീയാണ്, അതിൻ്റെ എൻജിൻ ഡിസൈൻ ചെയ്തൊരു പുരുഷനാണ്. ഇവർ 2 പേരാണ് മഹീന്ദ്ര ടോപ്പ് ഒഫീഷ്യൽസ്. 2 ക്രിസ്ത്യാനികളാണ്, ഗോവൻസാണ്, ടോപ്പ് പൊസിഷൻ ഇൻ ഇന്ത്യ. വിളിച്ചിട്ട് 24 മണിക്കൂർ ഫ്ലൈറ്റിൽ സാധനം അവിടെ എത്തിച്ചു. ഞാൻ സാധനം എത്തിച്ച കാര്യം പറയല്ല, ഈ 2 ക്രിസ്ത്യാനികളാണ് ഇന്ന് നമ്മൾ കാണുന്ന മഹീന്ദ്ര ഈ ലെവലിലേക്ക് എത്തിച്ച്. മഹീന്ദ്ര ഡിസൈൻ മുഴുവൻ മാറ്റി, അതാ സ്ത്രീയുടെ ഡിസൈനാണ്. 2 മഹീന്ദ്രയുടെ എൻജിൻ, ആ സൂപ്പർ എൻജിനാണ് ഇന്ന് മഹീന്ദ്രയുടെ എൻജിൻസ് അല്ല. ഒരു M-HOK എന്ന് പറയുന്ന എൻജിനുണ്ട്, ബ്യൂട്ടിഫുൾ എൻജിൻ. ആ എൻജിൻ്റെ ഡിസൈനും ഇയാളാണ്. അതിനുശേഷം ഒരാളെ ഞാൻ അമേരിക്ക പോയി, എൻ്റെ കസിൻ തന്നെയാണ്, വളരെ ശാന്തമായൊരു സ്ത്രീയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല, ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഡിന്നർ, അവരുടെ വീട്ടിൽ ഡിന്നർ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി എന്താ എടുക്കുന്നത്? ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ CEO ആണ്. എന്ത്? എങ്ങനെ? ടോപ്പ് പൊസിഷൻ. എന്താ കാര്യം എന്നറിയോ? തികഞ്ഞ ഭക്തയാണ്, കർത്താവിൻ്റെ ദാസിയാണ്. പ്രിയ മക്കളെ, സഹോദരങ്ങളെ തിരിച്ചറിയാം, ഈ വെളിച്ചമൊക്കെ മനസ്സിലാക്കുക. സാത്താൻ നമ്മളോട് പറഞ്ഞു എന്തൊക്കെയോ നേടുന്നത് വഴി, വിദ്യാഭ്യാസം നേടുന്നത് വഴി, സമ്പത്ത് നേടുന്ന വഴി, സ്ഥാനമാനങ്ങൾ നേടുന്നത് വഴി നിങ്ങളുടെ ജീവിതം ധന്യമാകും. ഇല്ല. യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടുത്തുന്നത് വഴിയാണ് നിങ്ങൾ നേടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുന്നത് വഴിയാണ് നിങ്ങൾ നേടുന്നത്. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ബൈബിളിൽ കുറച്ച് കഥകളുണ്ട്. ഒന്ന് രാജാക്കാരൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം, ഒരു വിധവയുടെ കഥയാണ്. ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വലിയ വരൾച്ച, 3.5 വർഷം വരൾച്ചയാണ്.
3.5 വർഷം മറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം വണ്ടിട്ട് ഉറങ്ങി പോയി. ഭയങ്കര പട്ടിണി ദാരിദ്ര്യമാണ്. അപ്പോൾ ഏലിയായ്ക്കൊരു ഹിറത്ത് നദിയിൽ ഒരു നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നു. കാക്കയുടെ വായിൽ വെച്ച് ദൈവം അപ്പോ ഇറച്ചിയും കൊടുത്ത് കഴിച്ചത്. അവസാനം നദി വറ്റിപ്പോയി. അപ്പോൾ ഏലിയ വെച്ച് ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ സറേഫത്തിലേക്ക് പോവുക, നിനക്ക് വേണ്ട കാര്യം ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു. അവിടെ ഒരു വിധവയുണ്ട്, അവളെ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഏലിയ വിഷമിച്ച് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ വിധവയ്ക്ക് ഒരു മകനുണ്ട്. അവർ അപ്പം ഉണ്ടാക്കാൻ പോവാ. അപ്പോൾ ഏലിയ പറഞ്ഞ്, ഞാൻ കുറേ നാളുടെ വിശന്നിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ പുരുഷനാണ്, ഞാൻ പ്രവാചകനാണ്, എനിക്കൊരു അപ്പം തരുമെന്ന് വെച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പ്രവാചക, എനിക്കും എൻ്റെ മകനും ഒരപ്പം ഉണ്ടാക്കാൻ 2 അപ്പം ഉണ്ടാക്കുന്ന മാവേ കലത്തിലുള്ളൂ. ഇത് കഴിച്ച് ഞങ്ങൾ നാളെ മരിക്കാൻ പോവാ. അതിൻ്റെ ഇടയിൽ സാറിനൊരു തരാനുള്ള എൻ്റെ ഇല്ല. അപ്പോൾ ഏലിയ ഒരു കാര്യം പറഞ്ഞു, സ്ത്രീയെ, ആദ്യം അതിൽ നിന്ന് ഒരപ്പം ഉണ്ടാക്കി എനിക്ക് തരിക, ഒരു ഗ്ലാസ് വെള്ളം തരിക. പിന്നെ ആയുഷ്കാലത്തിലൊരിക്കലും നിൻ്റെ കലത്തിലെ മാവ് പറ്റിപ്പോവില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ആ സ്ത്രീ അതനുസരിച്ച് ചെയ്തു. പിന്നീട് ഒരിക്കലും വചനം പറയാം, പിന്നീട് ഒരിക്കലും അവളുടെ മാവ് കുഴയ്ക്കുന്ന കലം പറ്റിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിക്ക് സമ്പത്ത് തരുന്ന ദൈവമാണ്. അല്ലാണ്ട് നമ്മൾ ഈ കാളനെ പശുവിനെ പോലെ 18 മണിക്കൂർ 24 മണിക്കൂർ പണിയെടുത്തിട്ടല്ല. അതുകൊണ്ടാണ് ദൈവം പറയണത്, നമ്മൾ ഇന്നലെ വായിച്ചു നിയമാവർത്തന പുസ്തകം, നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം, നിങ്ങൾ നനച്ചിട്ടില്ലാത്ത ഒലിവ് തോട്ടം, നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കൾ നിറയ്ക്കാത്ത ഭവനം ഞാൻ നിങ്ങൾക്ക് തരും. ഇറ്റ് ഈസ് ഫേവർ, ദൈവമാ തരുന്നത്. എന്നാൽ ആദ്യ പാപത്തിൻ്റെ ഫലമായി നമുക്ക് ഉണ്ടായ ഒരു പ്രശ്നമാണ്, നമ്മൾ ദൈവ ആശ്രയം, ദൈവ പരിപാലനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ സ്വയം ദൈവമാകാൻ തീരുമാനിച്ചു. ഇന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ സമ്പത്തുണ്ടാക്കാനായിട്ട് പണിയെടുത്തോണ്ടിരിക്കുക. അത് ആദ്യ പാപത്തിൻ്റെ ഫലമാണ്. നമുക്ക് സമ്പത്തുണ്ടാക്കേണ്ടത് നമ്മൾ പണിയെടുത്തിട്ടല്ല. നമുക്കൊരു പണിയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ സഹോദരൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കണം. ആത്മഭൗതിക രക്ഷ, അതിനാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയും. സേവനമാണ് നമുക്കുള്ളത്. നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ ശുശ്രൂഷിക്കുമ്പോൾ നിനക്ക് വേണ്ടത് സ്വർഗം തരും. പ്രൈസ് ദി ലോർഡ്. പോരാ, ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വേറൊരു വിധവയുടെ കഥയുണ്ട്. ആ വിധവയുടെ കുഞ്ഞിനെ ജപ്തി ചെയ്യാൻ പോവാ. ഭർത്താവ് പണമെടുത്തിട്ട് കടമെടുത്തിട്ട് പൈസ തിരിച്ചു കൊടുക്കാതെ ആയപ്പം ആൾക്കാർ പണ്ട് കാലത്ത് മക്കളെ ജപ്തി ചെയ്യും. അങ്ങനെ ജപ്തി ചെയ്യാനായപ്പോൾ വിധവ എലീശ പ്രവാചകൻ എടുത്ത് പറയും, എൻ്റെ മകനെ കൊണ്ടുപോകാൻ പോവാണ് പ്രവാചക, എന്തേലും ചെയ്യണം. പ്രവാചകൻ വന്ന് ചോദിച്ചു, വീട്ടിലെന്തുണ്ട്? വീട്ടിലൊന്നുമില്ല, പട്ടിണിയാ, ഒന്ന് പോയി തപ്പി നോക്ക്, എല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അവൾ പോയിട്ട് പറഞ്ഞു, അടുക്കളയിൽ ഒരു ഇത്തിരി എണ്ണ ഉണ്ടെന്ന് പറഞ്ഞു. ആ മതി, അത് കൊണ്ടുപോവാ. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ്, അടുത്തുള്ള വീട്ടിലെ എല്ലാ പാത്രങ്ങളും മേടിച്ചോളാൻ പറഞ്ഞു. എന്തെല്ലാം പാത്രം കിട്ടുമോ അതെല്ലാം മേടിച്ചു. അവൾ വീട്ടിൽ പോയി അടുത്ത അയൽവക്കത്തുള്ള എല്ലാ വീട്ടിൽ കയറി കഴിയാവുന്നത്ര പാത്രം മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്ത് ഇതങ്ങോട്ട് ഒഴിച്ചോളാൻ പറഞ്ഞു. ഒഴിച്ചൊഴിച്ച് പാത്രങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞോണ്ടിരിക്കുക. പാത്രങ്ങൾ ആഫ്റ്റർ പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പം ആ സ്ത്രീ പറഞ്ഞു, ഇനി പാത്രമൊന്നും ഇല്ല പ്രവാചക, ഫുള്ളായി. ദൈവമാ തരുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. പാപത്തിൽ അധപ്പതിച്ചു പോയ മനുഷ്യർക്ക് ഈ സാധനമില്ല. നമ്മളിപ്പോഴും മാടുപണിയാ. നീ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയിൽ ചെയ്താൽ മതി, നിനക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യും. നീ സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം തരും. ബൈബിളിൽ അനേകം സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? പത്രോസും യോഹന്നാനും മീൻ പിടിക്കാൻ പോയി. എല്ലാം കിട്ടിയാ? ഒന്നും കിട്ടിയില്ല. യേശു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ വഞ്ചി എനിക്കിതാ. എന്തിനാണ് സാറേ? എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാൻ. എന്നാ എടുത്തോ. കുറച്ച് സുവിശേഷം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അട്ടുച്ചയ്ക്കാ സുവിശേഷം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു എല്ലാവരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. എന്ത് പറ്റി? മീനൊന്നും കിട്ടിയില്ല. ഇല്ല സാർ, ഇന്നലെ രാത്രി മുഴുവൻ കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തിട്ടോളാം. അവിടേക്ക് ഇന്നലെ കുറേ ഇട്ടതാ, ഒന്ന് ഇടറോ. അവിടെ ഇട്ടതാ സാറേ, ഒന്ന് ഇടറോ. ആ മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ. പത്രോസ് ഇട്ട് കഴിഞ്ഞ് പൊക്കിയപ്പോൾ പത്രോസ് വല പൊങ്ങുന്നില്ല. അപ്പം യോഹന്നാ, ഈ വല ഉടക്കിയെന്നാണ്. ഇയാൾ എന്നെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടത്, താൻ ഈ പൊട്ടം പറഞ്ഞ് കേട്ടിട്ട് വലയിടേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു. പത്രോസ്, എടാ ഒരു അബദ്ധം പറ്റിപ്പോയി, അയാൾ പറഞ്ഞപ്പോൾ പിന്നെ ഇട്ടുപോയത്, വലിയല്ലേ, മോശമല്ലേ? അപ്പോൾ ചോദിച്ചാൽ ഉടക്കിയിട്ടൊന്നുമില്ല, പൊക്കിക്കോ എന്ന് പറഞ്ഞു. പൊങ്ങുന്നില്ല സാർ. എടോ ഒന്ന് വലിക്കടോ, യോഹന്നാനെ പിടിച്ചു കൊടുക്കണോ എന്ന്. യോഹന്നാനെ പിടിച്ചപ്പോൾ പൊങ്ങി. ഒരു പടച്ചിൽ, എടാ ഇതിനകത്ത് മീൻ. അവർ പൊക്കി വന്നപ്പോൾ ഉണ്ടല്ല, ഇവരെ വഞ്ചി നിറഞ്ഞ് പിന്നെയും ബാക്കി. വാടത്തിറക്കുന്ന 3 വഞ്ചി നിറച്ചിട്ടാണ് വീട്ടിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. പോരാ ക്രിസ്ത്യാനി,
ധനികനായ പിതാവിൻ്റെ ധൂർത്തപുത്ര, തവിട് തപ്പി കിടക്കുന്ന ക്രിസ്ത്യാനി, പിണ്ണാക്ക് തപ്പി കിടക്കുന്ന ക്രിസ്ത്യാനി, നാണമില്ലേ നിനക്ക്? വീട്ടിൽ കൊഴുത്ത കാളക്കുട്ടിയും എല്ലാ സാധനം ഇരിക്കുക, തപ്പി നടക്കുക, നമ്മുടെ മക്കളെ തണ്ടാൻ പഠിപ്പിക്കുക. എവിടെയാ ജോലി? ഇൻഫോസിസ്. അങ്ങനെ എന്താ ജോലി? മൈക്രോസോഫ്റ്റ്. എത്ര മണിക്കൂറാവുക ജോലി? 14 മണിക്കൂർ. ശമ്പളം എത്രയാ? 25,000 രൂപ. 14 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരിക. യുവതി യുവാക്കന്മാരെ, surrender your life to Jesus. He will give you the creative genius. പരിശുദ്ധാത്മാവിൽ നിറയണം നമ്മുടെ മക്കള്. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ടത്. ദിവസവും പ്രാർത്ഥിക്കണം, മുട്ടെന്ന് പ്രാർത്ഥിക്കണം, കൈവച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് വരുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങളും പരിശുദ്ധാത്മായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഈ അടിസ്ഥാനപരമായതിലേക്ക് വരണം. അപ്പൊ 2 രീതിയാ സമ്പത്തുണ്ടാകും. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക, ദൈവഹിതം നിറവേറ്റണം. 2, കിട്ടുന്ന സമ്പത്ത് പങ്കുവെക്കണം. The measure you give is the measure you receive. ലൂക്ക 6:38 പറയാണ്, നിങ്ങൾ കൊടുക്കുന്ന അളവിലാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഇല്ലേ? അളവ് കുറഞ്ഞു പോയി. അമർത്തി കുലുക്കി നിറഞ്ഞ് കവിഞ്ഞിട്ട് തരും ദൈവം. അപ്പൊ അതുകൊണ്ട് ലാവിഷായിട്ട് കൊടുക്കണം. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് എങ്ങനെ കൊടുക്കണം. 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ട് നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാക്കാൻ വേണ്ടി മറ്റുള്ളവരെ സമ്പന്നരാക്കുവാൻ കൊടുക്കുക. അപ്പോഴാണ് ദൈവം നിനക്ക് തരുന്നത്. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് അടിച്ചു മാറ്റിയിട്ട് സ്വയം സമ്പന്നരാകാൻ ശ്രമിക്കുന്നതിന്റെ കൂടെ ദൈവം ഉണ്ടാവില്ല. അത് കൊടുത്ത് അവസാനം ജപ്തിയിലെത്തും, കടത്തിലെത്തും, പട്ടിണിയിലെത്തും. എന്നാൽ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് നിനക്ക് ദൈവം സമ്പത്ത് തന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സമ്പത്ത് നീ എത്ര ഉത്തരവാദിത്വത്തോടെ നിന്റെ സഹോദരങ്ങളായിട്ട് പങ്കുവെക്കുന്നുവോ അതനുസരിച്ച് സ്വർഗം നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. ഈ എലോൺ മസ്കും ജെഫ് ബെസോസും ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ്, ഇവരുടെ കയ്യിലൊക്കെ ഇത്ര സമ്പത്ത് വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഈ മാർക്ക് സക്കർബർഗ് എന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടാ? ഫേസ്ബുക്കിൻ്റെ CEO ആണ്. ഫേസ്ബുക്ക് അല്ലേ? അയാൾക്കൊരു കുട്ടി ഉണ്ടായി, ആദ്യത്തെ കൊച്ച്. അയാളൊരു കാരുണ്യ പ്രവൃത്തി ചെയ്തു. എത്രയാണെന്നറിയോ കൊടുത്തത്? $3,999 ലക്ഷം പാവങ്ങൾക്ക് കൊടുത്തു. സന്തോഷം കൊണ്ട്. ആദ്യത്തെ കൊച്ചുണ്ടായപ്പോൾ എത്രയാണ്? $3,999 ലക്ഷം. എലോൺ മസ്ക് എത്രയാണ് കൊടുക്കുന്നത് അറിയോ? 90% ഓഫ് ഹിസ് വെൽത്ത്. ഒന്നും വേണ്ട. രത്തൻ ടാറ്റ കണ്ടിട്ടുണ്ടോ ഇന്ത്യയിലെ? ടാറ്റ എത്ര കൊടുക്കുന്ന അറിയോ? 68% ഓഫ് ഹിസ് പ്രോഫിറ്റ് ഗിവ്സ് ടു ചാരിറ്റി. ക്രിസ്ത്യാനി നീ എത്ര കൊടുക്കുന്ന അറിയോ? ലെസ് ദാൻ 1%. അപ്പൊ ഇവർക്ക് ദൈവം സമ്പത്ത് കൊടുക്കുവോ നിനക്ക് തരുവോ? ആലോചിക്കുക. ഒരു ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും സമ്പത്ത് കൊടുത്താൽ മക്കളുടെ പേരിൽ, കൊച്ചുമക്കളുടെ പേരിൽ, ആരാൻ പോകുന്ന തലമുറയുടെ പേരിൽ ഡെപ്പോസിറ്റ് ഇടും. മാർക്ക് സക്കർബർഗിന് സമ്പത്ത് കൊടുത്താൽ ലോകത്തുള്ള എല്ലാ പാവപ്പെട്ടവർക്കും അത് ലഭിക്കും. എലോൺ മസ്കിന് സമ്പത്ത് കൊടുത്താൽ ലോകത്തുള്ള എല്ലാ പാവപ്പെട്ടവർക്കും ലഭിക്കും. അപ്പോൾ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ ആർക്കാ കൊടുക്കണം നല്ലത്? ടാറ്റയ്ക്ക്, രത്തൻ ടാറ്റയ്ക്ക് കൊടുത്താൽ അയാളും കൊടുക്കും. യൂസഫ് അലിക്ക് കൊടുത്താൽ അയാളും കൊടുക്കും. കുറേ ആൾക്കാർക്ക് ചാണ്ടിക്കും തൊമ്മനും കൊടുത്താൽ അത് മക്കളുടെ ഡെപ്പോസിറ്റിലേക്ക് പോകും. പിടികിട്ടണ്ട. എന്ന് എഴുന്നേറ്റ് നിൽക്കാം. പൗലോസ്ലീഹ പറയാണ് 2 കൊരിന്ത്യർ 9:6 സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം
സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്, ക്രിസ്ത്യാനികളായിരിക്കണം ലോകത്തിലെ ഏറ്റവും ഔദാര്യമുള്ളവർ, വാരിക്കൊടുക്കുന്നവർ നമ്മളായിരിക്കണം. നിങ്ങളെല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിഗണിക്കുകയും ചെയ്യും. ദൈവം സമ്പത്ത് തരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്: മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പാപങ്ങളോട് കാരുണ്യം കാണിക്കാനും. അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ സമ്പാദ്യം നേടണം. പ്രൈസ് ദ ലോർഡ്. ഇവിടെയല്ല സമ്പത്ത് ക്രിസ്ത്യാനി നേടേണ്ടത്. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും. സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും, നിങ്ങൾക്ക് 10 കുട്ടികളുണ്ടോ, 20 കുട്ടികളുണ്ടോ, 40 കുട്ടികളുണ്ടോ, അത്രയും കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമൃദ്ധി, സാമ്പത്തിക ഭദ്രത, അതാണ് സമൃദ്ധി. അല്ലാതെ എനിക്ക് 5000 കോടി രൂപ ഉണ്ടായിട്ട് കാര്യമില്ല, എൻ്റെ 2 മക്കളുടെ കാര്യങ്ങൾ ശരിയാക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയെ നിർവഹിക്കാൻ വേണ്ട സാമ്പത്തിക സാമൂഹിക എല്ലാ കൃപാവരങ്ങളുടെ നിറവിന് പറയുന്ന പേരാണ് സമൃദ്ധി. ഈ സമൃദ്ധി ദൈവം തന്നിരിക്കും. നമുക്ക് അതിൻ്റെ കൂടെ ആവശ്യമില്ല, അതിൽ കൂടുതൽ ആവശ്യമില്ല. നമുക്കൊരു പരിധി കൂടെ സമ്പത്ത് ആവശ്യമില്ല. ഒരു പരിധി കൂടെ സമ്പത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അലസന്മാരായിരിക്കും, ഗ്യാരണ്ടീഡ്. അല്ലെങ്കിൽ ഉഴപ്പന്മാരായിരിക്കും, ഗ്യാരണ്ടീഡാണ്. ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് ശണ്ട പിടിക്കും. എന്തിനാണെന്നറിയോ? ഇത്രയും പൈസ ഉണ്ടായിട്ട് തന്നപ്പടി ഒന്നും തരുന്നില്ല, ദുഷ്ടനാന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങി പോകും. ഈ 3 കാര്യങ്ങൾ സംഭവിക്കാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ട് എൻ്റെ അടുത്ത് വരിക, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ തരാം. അതുകൊണ്ടാണ് ദൈവം പറയണത്, കുടുംബത്തിന് ആവശ്യമുള്ള സാധനം മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളതിന് സഹോദരനായിട്ട് പങ്കുവെക്കണം. ഹല്ലേലൂയ. അങ്ങനെ നീ കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മക്കൾ ഉത്തരവാദിത്തമുള്ളവരായി മാറും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, വാറൻ ബഫറ്റ്, അതുകൊണ്ട് പറഞ്ഞു നിർത്തുകയാണ്. വാറൻ ബഫറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മനുഷ്യനാണ്. 4ാമത്തെ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അദ്ദേഹം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഷെയറുകളിൽ. ഒരു ദിവസം അയാൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഫോർഡ് കമ്പനി അയാൾ ഏതാണ്ട് 5000 കോടി ഡോളർ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. 2 കോടികളാണ്, 50 മില്യൺ ഏതാണ്ട്. ഫോർഡ് കമ്പനി ഇങ്ങനെ പൊളിഞ്ഞ് തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അമേരിക്കയിലെ ഫോർഡ് കമ്പനി. അപ്പോൾ ഇയാളുടെ ഭയങ്കര ബുദ്ധിമാനായതിൻ്റെ ആൾക്കാർ ചോദിക്കും, സാർ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്? ഇത് നശിച്ചു പോകാൻ പോകുന്ന കമ്പനിയാണ്, ഇതിനകത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഇത്രയും വലിയ എമൗണ്ട് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ അതിശയപ്പെട്ടു പോയി. കാരണം താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഞങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. താങ്കൾ ഇങ്ങനത്തെ ഒരു തല്ലിപ്പൊളി കമ്പനി പോയി ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞെന്താ അറിയോ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ഫോർഡ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് 4000 കുടുംബങ്ങൾ അമേരിക്കയിലുണ്ട്. ഈ കമ്പനി നിന്നുപോയാൽ ഇത്രയും കുടുംബങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ട് അവർക്കൊരു ചാൻസ് ഞാൻ കൊടുക്കുക. ഐ വിൽ ഗിവ് യു 1 മോർ ചാൻസ്, പടുത്തുയർത്തേക്ക് പൊക്കിക്കോളാൻ പറഞ്ഞു. മനസ്സിലായോ? ഇവരൊക്കെ കൊടുക്കുന്നത് കാണണം മക്കളെ. ഇവരൊക്കെ പൈസ ഉണ്ടാകുന്ന വെറുതെ അല്ല. ഇവർക്കല്ലേ അതിശോഭ ജ്ഞാനം കിട്ടുന്നത് എങ്ങനെ? വെറുതെ കിട്ടണമല്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഉദാരശീലരാകണം. നമുക്ക് പേടിയാ കൊടുക്കാൻ. അത് പാപത്തിൻ്റെ ഫലമാണ്, സ്വാർത്ഥത. ഈ സ്വാർത്ഥതയുടെ ഓപ്പോസിറ്റ് എന്താ അറിയോ? നിസ്വാർത്ഥമായിട്ട് കൊടുക്കണം. നിന്റെ കർത്താവ് നിനക്ക് തന്നില്ലേ, ചങ്കും കരളും തരുമ്പോൾ എല്ലാവരും താഴെ നിന്നോ, ഞാൻ മരിക്കാൻ പോവാണ്, 2 ml രക്തം ഇടുന്നതായിരിക്കും, കിട്ടുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞത്? അല്ല, അവൻ്റെ ചങ്കിൽ അവസാന തുള്ളി രക്തവും സ്നേഹത്തോടെ കൊടുത്തവനാണ്. നിങ്ങളുടെ അപ്പൻ ഔദാര്യമുള്ളവനായിരിക്കും വരെ നിങ്ങളും ഔദാര്യമുള്ളവരായി മാറണം. കൊടുത്തു തുടങ്ങുക, ഉദാരമതികളാകുക. വിതറുന്നതനുസരിച്ചാണ് കിട്ടുക മക്കളെ, കൊടുക്കുന്നതനുസരിച്ചാണ് കിട്ടുക. പണിയെടുക്കുന്നതിനനുസരിച്ചല്ല കിട്ടുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നതനുസരിച്ചല്ല സമ്പത്ത് കിട്ടുന്നത്. നീ കൊടുക്കുന്ന അളവനുസരിച്ച് നിനക്ക് കിട്ടുക. കൊടുത്തു തുടങ്ങുക, എറിഞ്ഞു തുടങ്ങുക, വലിച്ചെറിഞ്ഞു കൊടുക്കുക. അങ്ങനെ കർത്താവിൻ്റെ വചനപ്രകാരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. കർത്താവെ, ഇന്ന് നിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ സമ്പത്തിനെ സേവിക്കുന്നവരാണ്. ഞങ്ങൾ സമ്പത്തിനെ സേവിക്കരുത്. സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള, മറ്റുള്ളവരെ ആവശ്യത്തിന് കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഞങ്ങളിന്ന് സമ്പത്തിന് അടിമകളാണ്. ഞങ്ങൾക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഈ സമ്പത്തിനോട് അമിതമായ ആസക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിന്ന് സമ്പത്തില്ല. അതിനാൽ ഈ ബന്ധനങ്ങൾ നീ മക്കൾ വിമോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവർ നിൻ്റെ രാജ്യത്തിന് നൽകുന്ന ഈ ഒരു നിക്ഷേപം
കർത്താവെ, അത് ഇവരെ സാമ്പത്തിക മേഖല വലിയ അഭിവൃദ്ധി ഉണ്ടാകാനും ഇനി കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി കൂടുതൽ കൊടുക്കുവാൻ സമൃദ്ധമായി ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, കരുണയുണ്ടാകണമേ. നിന്റെ വചനപ്രകാരം ഇന്ന് കൊടുക്കാൻ തുടങ്ങുന്ന മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരെ അമർത്തി കുലുക്കി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന രീതിയിൽ ഇവരെ മടിയിൽ നീ ഇട്ടുകൊടുക്കുന്നു പറഞ്ഞുള്ള കർത്താവെ, ഇവരനുഭവിക്കട്ടെ. കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നതെന്നുള്ള വലിയ സത്യം, കൊടുക്കുന്നതാണ് സന്തോഷമെന്ന വലിയ സത്യം ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം ഏൽപ്പിച്ചത് മറ്റുള്ളവർ പങ്കുവെക്കാനുള്ളൊരു സ്നേഹത്തിൻ്റെ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, കാനായിലെ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവളാണ് നീ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്റെ പുത്രനിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത അമ്മേ, നിന്നെ പോലെ ഞങ്ങളും ശുശ്രൂഷകരായി മാറട്ടെ. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ നീ ചെന്ന എല്ലാ സ്ഥലത്തും എല്ലാവരെയും ശുശ്രൂഷിക്കുക. സെഹിയോൻ മാളികയിൽ ശിഷ്യന്മാരെ നീ ശുശ്രൂഷിച്ച അമ്മയാണ്. ഇതുപോലെ ഞങ്ങളും ശുശ്രൂഷകരായി മാറണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ, ഞങ്ങളുടെ കഴിവ്, സമ്പത്ത് എല്ലാം ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ബന്ധനത്തിൽ നിന്ന്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ സ്വാർത്ഥപരമായ ബന്ധനത്തിൽ, സ്വയോന്മുഖരായി ജീവിക്കുന്ന ആ പാപത്തിന് അടിമത്തത്തിന് ഞങ്ങളെ മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, ബലിയായി തീരുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ കൊടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.